നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പി.വി. അൻവർ ഒറ്റയ്ക്ക് മത്സരിക്കുമോ എന്ന കാര്യത്തിൽ തൃണമൂൽ കോൺഗ്രസ് യോഗത്തിനു ശേഷം തീരുമാനമുണ്ടാകും. പി.വി. അൻവർ ഇന്നലെ എ.ഐ.സി.സി ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാലുമായി കൂടിക്കാഴ്ചയ്ക്ക് ശ്രമിച്ചെങ്കിലും അത് നടന്നില്ല. അതിനാൽ അൻവറിന്റെ ഇനിയുള്ള തീരുമാനം നിർണായകമാണ്. നാളെ വൈകിട്ടോടെ നിലമ്പൂരിലെ സ്ഥാനാർത്ഥികളുടെ ചിത്രം തെളിയും. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റിന് ശേഷം LDF സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും. NDA മുന്നണിയിൽ BDJS മത്സരിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു. വിവരങ്ങളുമായി നിലമ്പൂരിൽ നിന്ന് വിപിൻ C. വിജയനാണ് ചേരുന്നത്. വിപിൻ, വെരി ഗുഡ് മോർണിംഗ്. ഇന്നലെ നമ്മൾ വികാരഭരിതനായി പല കാര്യങ്ങളും പറയുന്ന ഒരു പി.വി. അൻവറിനെ കണ്ടു. അതിനുശേഷം ഇന്ന് എന്തൊക്കെയായിരിക്കും അദ്ദേഹത്തിന്റെ നീക്കം? ഇനി ഏത് തരത്തിലായിരിക്കും പി.വി. അൻവറിന്റെ ഭാഗത്തു നിന്നൊരു കരുനീക്കം ഉണ്ടാവുക? ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന, പ്രജിൻ. ഈ പറഞ്ഞതുപോലെ തന്നെ UDF-നെ സംബന്ധിച്ച് ഈ പി.വി. അൻവറിന്റെ മുന്നണി പ്രവേശനം എന്നതൊരു കീറാമുട്ടിയായ പ്രശ്നം തന്നെയായി നിൽക്കുകയാണ്. ഈ സമയത്താണ് ഒരു അവസാനവട്ട ശ്രമം എന്നുള്ള നിലയ്ക്ക് പി.വി. അൻവർ AICC ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാലിനെ കാണുമെന്നും അദ്ദേഹമാണ് ഇനി ഒരു അവസാന പ്രതീക്ഷയെന്നും പങ്കുവച്ചത്. അങ്ങനെ അദ്ദേഹം കോഴിക്കോട് പോയിരുന്നു എന്നുണ്ടെങ്കിലും അതിൽ ഒരു കൂടിക്കാഴ്ചയ്ക്കുള്ള ഒരു അനുമതി, ഒരു സമയം കെ.സി. വേണുഗോപാൽ നൽകിയിട്ടില്ല എന്നുള്ളതാണ് അറിയുന്നത്. അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു കൂടിക്കാഴ്ച, നേരിട്ടുള്ളൊരു കൂടിക്കാഴ്ച നടന്നിട്ടില്ല. പക്ഷേ ഫോണിലൂടെയുള്ള സമവായ ചർച്ചകൾ അത് ഇപ്പോഴും UDF നേതാക്കളുടെ ഭാഗത്തുനിന്നൊക്കെ തകൃതിയായി തന്നെ നടക്കുന്നുണ്ട്. അതിനിടയ്ക്കാണ് തൃണമൂൽ കോൺഗ്രസിന്റെ ഒരു നേതൃയോഗം നടക്കുന്നുണ്ട്. ഇന്ന് വൈകുന്നേരമാണ് മഞ്ചേരിയിലാണ് ഈ യോഗം വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ആ യോഗത്തിൽ ഒരു അന്തിമ തീരുമാനം എടുക്കാം എന്നുള്ളതിലേക്കാണ് എത്തുന്നത്. ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ തീരുമാനമുണ്ടായില്ലെങ്കിൽ ഒരു ദിവസം കൂടി, അതായത് പി.വി. അൻവർ പറഞ്ഞ ഒരു സമയമുണ്ടല്ലോ, ഒരു ദിവസം കൂടി കാത്തിരുന്ന ആ ഒരു അവസാനവട്ട ചർച്ച കൂടി കഴിഞ്ഞിട്ട് തീരുമാനത്തിലേക്ക് എത്താം എന്നുള്ള ഇതിലായിരിക്കും. തൃണമൂൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിക്കണം എന്നുള്ളത് അവരുടെ അണികൾക്കിടയിൽ ഒരു പൊതുവികാരം രൂപപ്പെട്ടിട്ടുണ്ട്. നമ്മൾ ഇന്നലെ തന്നെ കണ്ടതാണ്. മണ്ഡലത്തിലെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോൾ പി.വി. അൻവറിന് വേണ്ടി അദ്ദേഹം തുടരും എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പോസ്റ്ററുകൾ ഇതിനോടകം തന്നെ പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞു. മലയോര ജനതയുടെ നായകൻ എന്നൊക്കെയാണ് അതിൽ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഒരു പ്രവർത്തനം തുടങ്ങുന്നു എന്നുള്ള ഒരു നിലയ്ക്കുണ്ട്. അപ്പോൾ ഇന്നത്തെ യോഗത്തിന് ശേഷമായിരിക്കും ആ കാര്യത്തിൽ തീരുമാനമെടുക്കുക. ഇന്നത്തെ ഈ യോഗം വളരെ നിർണായകമാണ് എന്ന് നമുക്ക് ചുരുക്കത്തിൽ പറയുകയും ചെയ്യാം. അത് ഒപ്പം തന്നെ ഈ കേരളത്തിലെ UDF-നെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ളൊരു കൂടിയാലോചനകളൊക്കെ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അൻവർ തീരുമാനിക്കട്ടെ എന്നതിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെ UDF-നെ സംബന്ധിച്ച് അവർ അവരുടെ പ്രചാരണ പരിപാടികളുമായി മുന്നോട്ട് പോവുകയാണ്. പൗരപ്രമുഖരെയൊക്കെ ആര്യടൻ ഷൗക്കത്ത് കാണുന്നുണ്ട്. ഇന്നിപ്പോൾ ഈ പഞ്ചായത്ത് തല നേതൃയോഗങ്ങൾ ഉൾപ്പെടെയുള്ളവ നടക്കുന്നുണ്ട്. BJP-യെ സംബന്ധിച്ച് അവിടെയും ആ ഒരു അനിശ്ചിതത്വം നീങ്ങിയിട്ടില്ല എന്ന് തന്നെ പറയാം. കാരണം BJP മത്സരിക്കുമോ അതല്ല BDJS തന്നെയാണോ എന്നുള്ളത്, ഏറെക്കുറെ BDJS മത്സരിക്കാനുള്ളൊരു സാധ്യതയാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. SDPI അടക്കം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതോടുകൂടി നാളെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഉണ്ട്. വൈകുന്നേരത്തോടുകൂടി ആ സ്ഥാനാർത്ഥി ആരായെന്നും കൂടി അറിയുന്നതോടുകൂടി ഒരു ചിത്രം ഏറെക്കുറെ വ്യക്തമാവും. പി.വി. അൻവർ മത്സരരംഗത്തുണ്ടാകുമോ അതോ തൃണമൂൽ കോൺഗ്രസിന് വേണ്ടി മറ്റാരെങ്കിലും ആയിരിക്കുമോ എന്നുള്ളതിൽ മാത്രമാണ് ഇനിയൊരു രാഷ്ട്രീയ ആകാംക്ഷ നിൽക്കുന്നത്. അതിനുള്ളിൽ സമവായമാകുന്നതിനുള്ള ചർച്ചകൾ തകൃതിയായി നടക്കുന്നുണ്ട് എന്നുള്ളതും ഗൗരവമുള്ള കാര്യമാണ്. പിന്നെ അതാണ് അവിടുത്തെ ഒരു പൊതുചിത്രം. പക്ഷേ ഏറ്റവും കൂടുതൽ ചർച്ചയാക്കപ്പെടുന്നത് UDF-ന്റെ രാഷ്ട്രീയമായ നിലപാട് എന്താണ് എന്നുള്ളതാണ്. കാരണം ഈ വിഷയം, അതായത് പി.വി. അൻവറിന്റെ വിഷയം വന്നപ്പോൾ അതിൽ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നു. ലീഗ് പറയുന്നു, ഇപ്പോഴും പറയുന്നു പി.വി. അൻവറിനെ ആ രീതിയിൽ പിണക്കേണ്ടതില്ല എന്നൊക്കെയുള്ള അഭിപ്രായങ്ങൾ അതിനകത്ത് തന്നെ ഉണ്ട്. അതിൽ തന്നെ രണ്ട് അഭിപ്രായങ്ങളുണ്ടെന്ന് കേൾക്കുന്നു. അങ്ങനെ പി.വി. അൻവർ വിഷയത്തിൽ UDF-നുള്ളിൽ പല അഭിപ്രായങ്ങൾ പറയുന്ന നേതാക്കളായി വരികയാണ്. അപ്പോൾ അതൊരു ഏകസ്വരത്തിലേക്ക് എപ്പോഴാണ് അന്തിമമായി വരിക? കാരണം ഇന്നലെ ഏറ്റവും ഒടുവിൽ മുൻ KPCC അധ്യക്ഷൻ K. സുധാകരൻ VD സതീശനെതിരെ കൃത്യമായി നിലപാട് പറയുന്നതും കണ്ടതാണ്. അപ്പോൾ അതിലൊക്കെ ഒരു ഏകസ്വരം എങ്ങനെയാണ് UDF-ൽ ഉരുത്തിരിഞ്ഞു വരിക? ആരാണ് അതിനെ മുൻകൈ എടുക്കുക? അതിൽ തന്നെയാണ് ഒരു പ്രതിസന്ധി ഉള്ളത്. കാരണം ആര് ആദ്യം എന്നുള്ളതാണ്. UDF-നെ സംബന്ധിച്ച് പ്രത്യേകിച്ച് VD സതീശൻ, സണ്ണി ജോസഫ് ഉൾപ്പെടെയുള്ള നേതാക്കളെ സംബന്ധിച്ച് അവർ പറയുന്നത് ആദ്യം ഈ AICC പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിക്ക് നിരുപാധികമായ പിന്തുണ പി.വി. അൻവർ ആദ്യം പറയട്ടെ, അതിനുശേഷം സഹകരണം ഉറപ്പാക്കാം, അല്ലെങ്കിൽ ഏത് രീതിയിൽ സഹകരിപ്പിക്കണം, മുന്നണി പ്രവേശനം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ചർച്ചയാകാം എന്നുള്ളതാണ്. കാരണം AICC തീരുമാനിച്ച ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിന് ശേഷം അദ്ദേഹം വളരെ മോശമായിട്ട് പറഞ്ഞു. അതുകൊണ്ട് തന്നെ അതുമായി ഇനി മുന്നോട്ട് പോകേണ്ടതില്ല എന്നുള്ളൊരു തീരുമാനമെടുക്കുന്നു. എന്നാൽ പി.വി. അൻവർ മത്സരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് UDF-ന്റെ വിജയ സാധ്യതകളെ വലിയ രീതിയിൽ ബാധിക്കും. അദ്ദേഹത്തിന് ഇവിടെ ഒരു അൻവർ ഫാക്ടർ ഉണ്ട് എന്നുള്ളത് K. സുധാകരനും ഒപ്പം തന്നെ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ളവർ കരുതുന്നു. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചും വിജയ സാധ്യതയാണ് അവരും പരിഗണിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഒരു സമവായ ചർച്ചയിലേക്ക്, ഒപ്പം തന്നെ അതിലൊരു പാലമായി പ്രവർത്തിക്കാൻ
പാലമായി പ്രവർത്തിക്കാൻ വേണ്ടി മുസ്ലിം ലീഗ് ഇത്ര മുന്നിട്ട് ഇറങ്ങുകയും ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ആര് ആദ്യം എന്നുള്ള ഒരു മൂപ്പിളമ തർക്കം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. പി.വി. അൻവറിനെ സംബന്ധിച്ചാണെങ്കിൽ ആദ്യം മുന്നണി പ്രവേശനം 5 മാസമായില്ലേ കത്ത് കൊടുത്തിട്ട്, അതുകൊണ്ട് തന്നെ ആദ്യം മുന്നണി പ്രവേശനം, അതിനുശേഷം ഈ ഒരു പ്രഖ്യാപനം ഉണ്ടാകുമെന്നുള്ള ഒരു തീരുമാനത്തിലുമാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. വിപിൻ സി വിജയനാണ് നിലമ്പൂരിൽ വിശദാംശങ്ങൾ നൽകിയത്. അവിടുത്തെ രാഷ്ട്രീയ നിലപാട് പി.വി. അൻവറിന് എന്തു പറയും എന്നുള്ളതിനാണ് ആകാംക്ഷ ബാക്കിയാവുന്നത്.